ഞാൻ ആതിര സിസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ റീസ്റ്റോക്കിംഗ് വീഡിയോ ആണ്. കോളർ നെക്ക് അച്ചുര കോട്ടൺ കുർത്തീസിന്റെ റീസ്റ്റോക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത്. ഡിഫറെന്റ് ഷെയ്ഡ്സും അടിപൊളി പ്രിന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ്, അതായത് ML, XL, XXL വരെയാണ് സൈസസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ പർച്ചേസ് ഒക്കെ വാട്സപ്പ് ത്രൂ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, സൈസ് ഒന്ന് മെൻഷൻ ചെയ്യുക, സ്ക്രീനിൽ നമ്പേഴ്സ് കാണിക്കും, ഫോൺ നമ്പേഴ്സ്, ആ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൽ കൂടെ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. ഷോപ്പ് വന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്, ചേർപ്പ് ഉരകം എന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷോപ്പിലോട്ട് വന്നേക്കാൻ മുന്നേ ഒന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ ചാനലിലും അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് ഓൺ ആക്കി വെക്കാം. എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഒട്ടും വൈകിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കോളറിന്റെ കളക്ഷൻസ് നമുക്ക് ഹ്യൂജ് ഡിമാൻഡ് വന്നൊരു ഐറ്റം ആയിരുന്നു. അപ്പം നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഫസ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഡിഫറെൻറ്റ് ഒരു ചിക്കു ഷെയ്ഡിൽ വന്ന പ്രിന്റ് ആണ്. ആ ഒരു മെറൂൺ ബേസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. കോളർ നെക്കാണ്, ചെറിയ ഓപ്പണിങ് വരുന്നുണ്ട്. സ്ലിറ്റഡ് മോഡലിലാണ് ഈ ടോപ്പ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പിന്നെ ലൈനിങ് ഹാഫ് ബോഡിയാണ് ലൈനിങ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത്. ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് 46 to 47 ഇഞ്ചസ് ആണ്. പിന്നെ സ്ലീവ് ആണെങ്കിലും 3/4 സ്ലീവ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ചിക്കോ ഷെയ്ഡിൽ വരുന്നൊരു സ്ട്രെയിറ്റ് ബോട്ടാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ബോട്ടത്തിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ള ചിക്കോ ഷെയ്ഡാണ്. സ്ട്രെയിറ്റ് ബോട്ടം ഇങ്ങനെ വരും. ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്. ബാക്ക് വ്യൂ സ്ട്രെയിറ്റ് ബോട്ടത്തിൻ്റെ ഒരു ഇലാസ്റ്റിക് മോഡലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡോറീസ് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ സൈസിനനുസരിച്ച് കെട്ടിവെക്കാം. പിന്നെ 2 പോക്കറ്റ്സ് ആ ഒരു പാൻറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോണൊക്കെ വെക്കാവുന്ന പാകത്തിലുള്ളൊരു സ്പേസ് ആ ഒരു പോക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ലെങ്ത് വരുന്നത് 39 to 40 ഇഞ്ചസ് ആണ് ഈ ഒരു സ്ട്രെയിറ്റ് ബോട്ടത്തിൻ്റെ ലെങ്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ഫാബ്രിക് വരുന്നത്. പിന്നെ സൈസ് ഫ്രീ സൈസാണ്. ഡബിൾ എക്സലുകാർക്ക് വരെ ഈ ഒരു പാൻറ് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ്സ്, അതായത് എല്ലാ പേസ്റ്റൽ ഷെയ്ഡ്സും മെയിൻ കളേഴ്സും അവൈലബിൾ ആണ്. ഒരു 50+ ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, സൈസ് മെൻഷൻ ചെയ്തിട്ട് നമുക്കൊന്ന് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 270 ആണ്, 270 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പും പാൻറ്റും കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ ഒരു കുർത്തിയിലേക്ക് വരികയാണെങ്കിലും കുർത്തിയുടെ റേറ്റ് വരുന്നത് 370 ആണ്. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം ടു ഡബിൾ XL വരെയാണ്. അപ്പോൾ ഇതിന് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഷെയ്ഡ് മാത്രം ചേഞ്ച് ആയിട്ടുള്ള ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് പ്രിന്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. ആ ഒരു സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ്. 370 ആണ് റേറ്റ് വരുന്നത്. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് M to ഡബിൾ XL. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. ഈ ഒരു പ്രിന്റിൽ ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. റെഡിലാണ് ആ ഒരു സെയിം പ്രിന്റ് തന്നെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മോഡൽസ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. റെഡ് ഷെയ്ഡിലാണ് ഒരു നല്ല അടിപൊളിയുള്ള പ്രിന്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. ആ നെക്കൊക്കെ ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ്, കോളർ നെക്കാണ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത്. സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ്. റേറ്റ് വരുന്നത് 370 ആണ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ളൊരു സ്ട്രെയിറ്റ് ബോട്ടാണ്. സ്ട്രെയിറ്റ് ബോട്ടം നല്ലൊരു ഡാർക്ക് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളിത് കോംബോ സെറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. പാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 270 ആണ്. ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് 370. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. ക്ലോസ് വ്യൂ ഇങ്ങനെ വരും. ആ പ്രിന്റ് ഒക്കെ ഒരു സെയിം പ്രിന്റിൻ്റെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഷെയ്ഡ് ബേസ് വരുന്നത് ആ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. 370 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രിന്റിൽ ലാസ്റ്റ്
ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 370 ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കൂടെ നമുക്ക് ഡാർക്ക് കളറായിട്ടുള്ള ചിക്കു ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ബ്രിക്ക് റെഡും നമുക്ക് പെയറായിട്ട് ആ ഒരു പാൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മോഡൽസ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഡാർക്ക് ബ്ലൂവിലാണ് ആ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് 370 rupees ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ വരുന്നത് സ്ട്രെയിറ്റ് കോട്ടാണ്. ഇതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രിക്ക് റെഡും ആ ഒരു ഡാർക്ക് ബ്ലൂവിലെ കോംബോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പാൻറ്റും ടോപ്പും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കോംബോ സെറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അതായത് പാൻസിൻ്റെ റേറ്റ് വരുന്നത് 270 ആണ്. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഈ ഒരു ടോപ്പിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ടു XXL വരെയാണ്. അപ്പോൾ ഇതിന് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് വരുന്നത്. ക്ലോസ് വ്യൂ ഇങ്ങനെ വരും. റേറ്റ് വരുന്നത് 370 ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു ഗ്രീൻ ഷെയ്ഡും ചിക്കു ഷെയ്ഡും ഒക്കെ പാൻസ് നമുക്ക് പെയറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു റെഡ് ഷെയ്ഡാണ്. റെഡിലാണ് ആ ഒരു പ്രിന്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ക്ലോസ് വ്യൂ ഇങ്ങനെ വരും. അതിലൊരു പീകോക്ക് ഗ്രീനും ബ്ലാക്ക് ഷെയ്ഡൊക്കെ പെയറായിട്ട് പാൻസ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 370 ആണ്. നിങ്ങൾ പാൻറ്റിൻ്റെ കൂടെ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മോഡൽസ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. ആ ഒരു പ്രിന്റ് ആണ് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുള്ളത്. നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡിൽ ആ ഒരു ചിക്കു കളറും ഒരു ഗ്രീൻ കളറായിട്ടുള്ള പ്രിന്റാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് ഈ ഒരു ടോപ്പിലും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ള നല്ലൊരു മെഹന്തി ഗ്രീനിൽ വരുന്നൊരു സ്ട്രെയിറ്റ് ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. ഈ ഒരു ഷെയ്ഡാണ് ബോട്ടം അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ പെയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പും ബോട്ടം കൂടെ കോംബോ സെറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ ടോപ്പിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ക്ലോസ് വ്യൂ ഇങ്ങനെ വരും. സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് വരുന്നത്. 370 ആണ്. കോംബോ സെറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പാൻറ്റും ടോപ്പും എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ ഈ പ്രിന്റിൽ ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. ക്ലോസ് വ്യൂ ഇങ്ങനെ വരും. സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു പ്രിന്റ് വന്നിട്ടുള്ളത് ചിക്കു ഷെയ്ഡും ആ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇതിനകത്ത് പ്രിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാൻസ് ഒക്കെ നിങ്ങൾക്ക് പെയറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് മോഡൽസ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. റെഡ് ഷെയ്ഡിലാണ് ആ ഒരു പ്രിന്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഒരു സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. റേറ്റ് വരുന്നത് 370 ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ആക്കിയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലുള്ളൊരു സ്ട്രെയിറ്റ് ബോട്ടാണ്. അതായത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഞാൻ ഇതിൻ്റെ കൂടെ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് 270 ആണ്. അപ്പോൾ നിങ്ങൾ കോമ്പോസിറ്റ് ആയിട്ട് ഒരു ടോപ്പും ബോട്ടവും എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടോപ്പിൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നത് കളർ കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നത് മെറൂൺ ആണ്. മെറൂണും ആ ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡ് കോമ്പിനേഷനാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് വരുന്നത്. 370. അപ്പോൾ ഈ ഒരു പ്രിന്റിൽ ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം. ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. ആ ഒരു പ്രിന്റ് തന്നെയാണ് സെയിം പ്രിന്റ് തന്നെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ക്ലോസ് വ്യൂ ഇങ്ങനെ വരും. റേറ്റ് വരുന്നത് 370 ആണ്. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് M2 XXL ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കോളർ നെക്ക് കുർത്തി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ഹ്യൂജ് എമൗണ്ട് നമുക്ക് എൻക്വയറി ഉണ്ടാകുന്നൊരു ഐറ്റം ആയിരുന്നു ഈ ഒരു കോളർ നെക്ക് കുർത്തീസ്. അപ്പോൾ അജ്രക് കോളർ നെക്ക് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുണ്ടാകുന്നത്. കോളർ നെക്ക് എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നല്ല ഹ്യൂജ് ഡിമാൻഡ് ഉണ്ടാകുന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ റീസ്റ്റോക്ക് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം കുറേ പേർക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്യുക, സൈസ് ഒന്ന് മെൻഷൻ ചെയ്യുക, സ്ക്രീനിലെ നമ്പേഴ്സ് കാണിക്കുക, ആ നമ്പറിലോട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനും ഇൻഫർമേഷൻസിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. പാൻസിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക വീഡിയോ. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസും പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്